ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേക പഠന പരമ്പര ബൈബിളിനെ കുറിച്ചുള്ളതാണ്. ഈ പഠന പരമ്പരയുടെ 102ാമത്തെ അവതരണത്തിൽ നാം എത്തി നിൽക്കുന്നു. ബൈബിൾ ദൈവത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം. ദൈവം തൻ്റെ വിശുദ്ധ വെളിപാടുകൾ മനുഷ്യകുലത്തിന് നൽകപ്പെട്ടു. പക്ഷേ എപ്രകാരമാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നാം കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ പഠന പരമ്പരയുടെ 102ാമത്തെ അവതരണത്തിൽ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ അവതരണത്തിൽ നമ്മൾ ആരംഭിച്ച അധ്യായത്തിലേക്ക് മടങ്ങി വരാം. ഫലപ്രാപ്തിയുള്ള ഫലദായകമായ വചന പഠനം, ബൈബിൾ പഠനം. ഒരു നല്ല ബൈബിൾ വിദ്യാർത്ഥി, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, ആ വ്യക്തി കണ്ടെത്തണം എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വിശുദ്ധ വേദപുസ്തകം കൈകാര്യം ചെയ്യുന്നത്, എന്ത് ലക്ഷ്യം, എന്ത് ഉദ്ദേശം, പിന്നിലുള്ള പ്രേരക ഘടകമെന്താണ്, ബൈബിൾ വായിക്കുവാനും പഠിക്കുവാനും എന്നെ പ്രേരിപ്പിക്കുന്നത് എന്താണ്. കാരണം ബൈബിൾ പഠനം ഫലപ്രദമാകണം, ഫലദായകമാകണം, പ്രയോജനമുണ്ടാകണം. അതിനുവേണ്ടി തന്നതാണ് ഈ ഗ്രന്ഥം. പക്ഷെ അത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൃത്യമായി ശരിയായ നിലയിൽ ആണെങ്കിൽ മാത്രമേ ഈ പുസ്തകം നമുക്ക് പ്രയോജനവും നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മനോഭാവം വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ വിഷയം നമ്മൾ അവതരിപ്പിച്ചത് ഫലപ്രാപ്തിയുള്ള ബൈബിൾ വിദ്യാർത്ഥി ആരാണ്, ഫലദായകമായ ബൈബിൾ പഠനമുള്ള വ്യക്തി ആരാണ്. ചില സവിശേഷ ഘടകങ്ങൾ, വിശേഷതകൾ നമ്മൾ അവതരിപ്പിച്ചു. ഫലദായകമായ വിദ്യാർത്ഥിയാകണമെങ്കിൽ ആദ്യം ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണെന്ന് നമുക്ക് ഉറച്ച നിശ്ചയമുണ്ടായിരിക്കണം. ബൈബിൾ ദൈവവചനമാണ്, ദൈവം നൽകിത്തന്ന വചനമാണെന്നുള്ള ഉറച്ച നിശ്ചയമുണ്ടാകണം. മൂലഭാഷയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവശ്വാസീയമായി തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരിലൂടെ വെളിപ്പെടുത്തിയ ദൈവിക സത്യങ്ങളാണ്. അതാണ് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിന് യോജിച്ച നിലയിലുള്ള സമീപനം നമുക്കുണ്ടാകണം. രണ്ടാമത് ഫലപ്രാപ്തിയുള്ള ജീവിതം, വചന പഠനം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സും ആത്മീയതയും തുറന്നതായിരിക്കണം. അറിയുന്ന, കേൾക്കുന്ന, മനസ്സിലാക്കുന്ന സത്യം ഉടൻ തന്നെ സ്വീകരിക്കാനുള്ള സന്നദ്ധതയുണ്ടാകണം. അതിന് മനസ്സ് തുറന്നതായിരിക്കണം, ആത്മീകമായൊരു മനസ്സായിരിക്കണം. കേൾക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിന് വളരെ അടിസ്ഥാനമായി ആവശ്യമുള്ളതാണ്, പ്രയോജനമുള്ളതാണ്, അടിയന്തര പ്രാധാന്യമുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാകണം. മൂന്നാമതായി ഫലദായകമായ വചന പഠനം ഉണ്ടാകുന്നതിന് നമ്മുടെ വിദ്യാഭ്യാസം, അറിവ് വികസിപ്പിക്കണം. നമ്മുടെ അറിവ് വികസിപ്പിക്കണം. അത് വളരെ പ്രധാനമാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള മനുഷ്യർ നമ്മൾ കണ്ടുമുട്ടും. അതുകൊണ്ട് നാം വചനം മറ്റുള്ളവരോട് കൈകാര്യം ചെയ്യുകയാണ്. വചനം പഠിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം മറ്റുള്ളവരെ സത്യത്തിലേക്ക് ആനയിക്കുകയാണ്. നാം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമായി, അനുഗ്രഹമായി കണ്ടെത്തിയ, നാം അനുഭവിച്ച സത്യം മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കണം. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ പലതരത്തിലുള്ള അറിവും വിജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ ഉള്ള മനുഷ്യരായിരിക്കും നമ്മുടെ ചുറ്റുമുള്ളത്. പല മേഖലകളിലുള്ളവരുണ്ടാകും. അപ്പോൾ അവരോട് നമ്മൾ വചനം കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ളൊരു പരിജ്ഞാനമുണ്ടാകണം. അപ്പം എല്ലാ അവസരങ്ങളും നമ്മൾ ഉപയോഗിക്കണം പലതരത്തിലുള്ള അറിവുകൾ നേടാൻ. ചിലപ്പോൾ വ്യാകരണമായിരിക്കാം നമ്മൾ കൂടുതലായിട്ട് ആവശ്യമുള്ളത്, അത് നമ്മൾ പഠിക്കണം. ചരിത്രം പഠിക്കണമെങ്കിൽ അത് പഠിക്കണം. സാമൂഹ്യ ശാസ്ത്രം ചിലപ്പോൾ ആവശ്യം വരും. ചില ഭാഷകൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കാൻ അവസരമുണ്ടെങ്കിൽ അതൊക്കെ പഠിക്കുന്നത് കൂടുതലായിട്ട് വചനസത്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുന്നതിനും അത് മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കുന്നതിനും അത് വളരെ സഹായിക്കും. ഇപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ വിദ്യാഭ്യാസം നമുക്ക് നല്ലൊരു പൗരനായി ജീവിക്കാൻ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നല്ല പ്രയോജനമുള്ളൊരു വ്യക്തിയായി തീരുവാനും നമ്മളെ സഹായിക്കും. ഇതെല്ലാം പ്രധാനമായി ചെല്ലേണ്ടത് വചനം പഠിക്കുവാനും വചനം മനസ്സിലാക്കാൻ ഇതെങ്ങനെ എന്നെ സഹായിക്കുന്നു എന്ന ചോദ്യത്തോടു കൂടി വേണം ഈ വിദ്യാഭ്യാസങ്ങൾ നേടുവാനായിട്ട്. അല്ല, ദൈവത്തിൽ നിന്ന് അകന്നു പോകാനല്ല വിദ്യാഭ്യാസം വേണ്ടത്. ലോകത്തിൻ്റെ ജ്ഞാനി ദൈവത്തെ തള്ളിക്കളയുന്നവനാണ്. അങ്ങനെയാകരുത്. ലോകത്തിലെ ജ്ഞാനം നമ്മൾ പ്രാപിക്കുമ്പോൾ അത് ദൈവത്തെ അറിയാനും വചനപരിജ്ഞാനം പ്രാപിച്ച് മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്തിക്കുവാനും ഇതെങ്ങനെ സഹായകരമാകുന്നു എന്നുള്ളത് നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ട് വചനം പഠിക്കാൻ സമീപത്ത് എവിടെയെങ്കിലും ഒരു അവസരമുണ്ടെങ്കിൽ, ബൈബിൾ സ്കൂളാകാം, ബൈബിൾ കോളേജാകാം, ബൈബിൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ടാകാം, ആ അവസരങ്ങൾ കഴിയുമെങ്കിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെ അഥവാ ആ തരത്തിലൊരു അവസരമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ
ബൈബിൾ സംബന്ധമായ കൃത്യമായ തിരുവെഴുത്തുകൾ വ്യക്തമായി യഥാർത്ഥമായി വ്യാഖ്യാനിച്ചിട്ടുള്ള ബൈബിൾ സംബന്ധമായ പുസ്തകങ്ങൾ വായിക്കണം. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. അവിടെ ക്രിസ്ത്യൻ ലൈബ്രറികളിൽ കിട്ടുന്ന എല്ലാ പുസ്തകങ്ങളും തിരുവെഴുത്തിൻ്റെ ശരിയായ വ്യാഖ്യാനം ഉള്ളവയാകില്ല. ഭൂരിപക്ഷവും അവരുടെ സംഘടനകളുടെ ഉപദേശങ്ങളെ കുത്തി നിറച്ച് അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള പുസ്തകങ്ങളാകും. അതുകൊണ്ട് ചില ബൈബിളുകൾ വരെ നമ്മൾ വാങ്ങുമ്പോൾ സൂക്ഷിച്ച് വാങ്ങണം. കുട്ടികൾക്ക് ബൈബിൾ വാങ്ങിച്ച് നമ്മൾ സമ്മാനമായി കൊടുക്കുമ്പോൾ എന്ത് ഉപദേശം വെച്ചാൽ പല ബൈബിളും കോട്ടിക്കളഞ്ഞിട്ടുണ്ട്. ചില സംഘടനകൾ തന്നെ അവരുടെ ബൈബിൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബൈബിൾ ചിലപ്പോൾ നല്ല പടങ്ങൾ കാണും, ആകർഷണീയമായ പടങ്ങളുണ്ടാകും. ആ പുസ്തകങ്ങൾ ബൈബിൾ വായിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ആ പുസ്തകങ്ങൾ കുഞ്ഞിലേ മുതലേ വായിച്ച് അതിലടങ്ങുന്ന ദുരുപദേശം ശ്രദ്ധിക്കാതെ പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. കുട്ടികൾക്ക് ബൈബിൾ വാങ്ങിച്ച് കൊടുക്കുമ്പോൾ പ്രധാനമായിട്ട് എപ്രകാരമുള്ള ബൈബിളാണ്, ഏത് സംഘടനയുടെ ബൈബിളാണോ, അങ്ങനെ ഒന്നിൻ്റെയും പേര് പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ സൂക്ഷിക്കണം. നിങ്ങളായിരിക്കുന്ന പ്രാദേശിക സഭയിലെ ഉപദേഷ്ടാവിനോട് അന്വേഷിച്ചിട്ട് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ബൈബിൾ ഏതാണെന്ന് അന്വേഷിക്കണം. അത് വളരെ പ്രധാനമാണ്. അതുപോലെ വായിക്കുന്ന പുസ്തകങ്ങൾ, കാണുന്ന എല്ലാ പുസ്തകങ്ങളും വാങ്ങരുത്. വാങ്ങുന്ന പുസ്തകങ്ങൾ വചനം യഥാർത്ഥമായി വിഭാഗിക്കുന്ന, വ്യാഖ്യാനിക്കുന്ന, പഠിപ്പിക്കുന്ന പുസ്തകങ്ങളായിരിക്കണം. കാരണം നിരന്തരമായി തെറ്റുകൾ വായിച്ചു കൂട്ടിയാൽ നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റം വരും. നമ്മുടെ തെറ്റുകൾ ന്യായീകരിക്കാൻ തുടങ്ങും. അത് വരാതെ ശ്രദ്ധിക്കണം. അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ യഥാർത്ഥമായി വചനം പഠിക്കാനുള്ള ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കിട്ടും. ഇതെല്ലാം നമ്മുടെ ആഗ്രഹം പോലെ ഇരിക്കും. ദൈവനം പഠിക്കണമെന്നും അറിയണമെന്നും സത്യം മനസ്സിലാക്കണമെന്നും ജീവിതത്തിൽ രൂപാന്തരം വരുത്തണമെന്നും ആഗ്രഹമുള്ളവർക്ക് ഈ അവസരങ്ങളൊക്കെ ഉപയോഗിക്കാനും താല്പര്യമുണ്ടാകും. ഇല്ലാത്തവർ ഓരോ കാരണം പറയും, സമയമില്ല, എനിക്ക് കണക്ഷൻ ഇല്ലെങ്കിൽ കണക്ഷൻ എടുക്കണം. ദൈവനം പഠിക്കാൻ വേണ്ടി കണക്ഷൻ എടുക്കുന്നതിന് അധികം ചിലവുള്ള കാര്യമല്ല. അത് താല്പര്യം പോലെ ഇരിക്കും. അല്ലെങ്കിൽ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഒഴിവായി പോകാം. അത് ഓരോരു തീരുമാനിക്കുന്നുണ്ട്. അപ്പം നല്ല പുസ്തകങ്ങൾ വാങ്ങുക, സംവിധാനങ്ങൾ ഉപയോഗിക്കുക, ബൈബിൾ സ്കൂളുകൾ പഠിക്കാൻ സൗകര്യമുള്ളവർ അത് ഉപയോഗിക്കുക. അത് വളരെ പ്രധാനമാണ്. വിദ്യാഭ്യാസം എപ്പോഴും വാതിൽ തുറന്നു തരും. കൂടുതൽ അവസരങ്ങൾക്ക് വാതിൽ തുറന്നു തരുന്നതാണ് പരിജ്ഞാനം. അതെപ്പോഴും കൂടുതൽ മനസ്സിലാക്കുക. നമ്മൾ കൂടുതൽ പരിജ്ഞാനം പ്രാപിക്കുമ്പോൾ ആ പരിജ്ഞാനവുമായി കൂടുതൽ ആൾക്കാരെ സമീപിക്കാൻ പറ്റും. പൗലോസ് അപ്പോസ്തലൻ്റെ ഉദാഹരണം നമുക്ക് നോക്കാം. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസ് എഴുതിയ ലേഖനത്തിലെ 2-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം തിമോത്തിയോസിനോട് പറയും: ഞാൻ ത്രോവാസിൽ കർപ്പോസിൻ്റെ പക്കൽ വച്ചേച്ചു പോന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, ഞാൻ അവിടെ വിട്ടിട്ട് പോയ പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങൾ, അതായത് ചർമ്മത്തിൽ എഴുതിയതായ ആ കോപ്പികളുണ്ട്. അത് പൗലോസിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പല പുസ്തകങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടുവരുവാൻ പറയുകയാണ്. അപ്പോൾ പൗലോസ് നല്ലൊരു വിദ്യാർത്ഥിയാണ്, സ്ഥിരം വായനയുള്ള വ്യക്തിയാണ്. ബൈബിൾ മാത്രമല്ല താൻ വായിച്ചത്. കാരണം പുസ്തകങ്ങളെന്ന് പറയുന്ന ബൈബിൾ സംബന്ധം അന്ന് പുസ്തകമായിട്ട് പ്രിൻ്റ് ചെയ്ത് ക്രമീകരിക്കപ്പെടുന്ന കാലമല്ല അത്. പക്ഷെ എങ്കിലും പൗലോസിൻ്റെ കയ്യിൽ അനേക പുസ്തകങ്ങളുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പം മറ്റു പല വായനയുണ്ടായിരുന്നു. തൻ്റെ ലേഖനത്തിൽ തന്നെ എഴുത്തുകളിൽ തന്നെ കവികളെ ഉദ്ധരിച്ച് പറയാറുണ്ട്. ചിലവരിങ്ങനെ എഴുതിയിരിക്കുന്നെന്ന് പറയാറുണ്ട്. നിങ്ങളുടെ ഇടയിലൊരു വിദ്വാൻ എങ്ങനെ പറഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നല്ല വായനാശീലമുള്ള ആളായിരുന്നു പൗലോസ്. ആഴമേറിയ അറിവുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ദൈവദാസനായി മാറണമെങ്കിൽ, ദൈവത്തിന് പ്രയോജനമുള്ള ഫലമുള്ള ഒരു ദൈവ പൈതലായി മാറണമെങ്കിൽ നല്ല അറിവുണ്ടാകണം, നല്ല വായനാശീലമുണ്ടാകണം. ബൈബിൾ മാത്രമേ വായിക്കുമെന്ന് പറഞ്ഞിട്ടിരിക്കരുത്. നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികൾ പല നിലവാരമുള്ളവരാണ്, പല അറിവുള്ളവരാണ്. ആ അറിവ് എല്ലാം നേടാൻ പറ്റിയില്ലെങ്കിലും അല്പമെങ്കിലും അവർ പറയുന്നത്, അവർ ന്യായീകരിക്കുന്നത് അല്പമെങ്കിലും മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് സാമാന്യ അറിവ് വേണം. ഇന്ന് ലോകത്തിൽ നടക്കുന്ന എന്തെന്നുള്ള വർത്തമാനകാലത്തെക്കുറിച്ചുള്ള അറിവ് വേണം. ഇതൊക്കെ വളരെ ആവശ്യമാണ്. ഇപ്പോൾ പൗലോസ് തിമോത്തിയോസ് പറഞ്ഞ ആ ചർമ്മലിഖിതങ്ങളും പുസ്തകങ്ങളും കൊണ്ടുവരിക. എന്താണ് പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് നമുക്കറിയില്ല. എങ്കിലും ഒരു കാര്യം നമുക്കറിയാം, പൗലോസിന് പഴയ തിരുവെഴുത്തുകൾ മാത്രമല്ല മറ്റു പല പുസ്തകങ്ങൾ വായിക്കുന്ന ശീലമുണ്ടായിരുന്നു. ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ അറിവും പ്രാപിക്കണമെന്നല്ല ബൈബിൾ പഠിക്കാനായിട്ട് ലോകത്തിലുള്ള മറ്റെല്ലാ അറിവുകളും നേടിയെടുക്കണമെന്നല്ല നാം ഇവിടെ പറയുന്നത്. ദൈവം നമുക്ക് നൽകിത്തന്ന ബൈബിൾ നമ്മുടെ ആത്മീക രക്ഷയ്ക്ക് ആവശ്യമായ സകല കാര്യങ്ങളും നിറഞ്ഞ ഒരു ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ് ബൈബിൾ. അത് എഴുതപ്പെട്ടത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ളൊരു ഭാഷ കൊണ്ട് എഴുതിയതല്ല അത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് വേണ്ടി തന്നെയാണ്, മനസ്സിലാക്കേണ്ടതിന് വേണ്ടി തന്നെയാണ് ദൈവം നമുക്ക് നൽകി തന്നത്. അത് പക്ഷേ അന്വേഷിക്കണം, അറിയാൻ ആഗ്രഹിക്കണം, സത്യമറിയാൻ സത്യതൽപരരായവരാണ് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നത്.
സത്യത്തോട് താല്പര്യമില്ലാത്തവർ എന്തെങ്കിലും കാരണം പറഞ്ഞ് ബൈബിൾ വായിക്കാതിരിക്കും. 100 കൂട്ടം ജോലി. ബൈബിൾ വായിച്ച ദൈവത്തെക്കുറിച്ച് അറിയുന്നതിനേക്കാളും മറ്റെന്ത് ജോലിയാണ് ഉള്ളത്? ദൈവത്തിൻ്റെ പരിജ്ഞാനം തേടുന്നതിനേക്കാളും മറ്റെന്ത് വലിയ ദൗത്യമാണുള്ളത്? അല്പനേരം ദൈവനെ വായിക്കാനും ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിതം? ഇത് എന്തിനു വേണ്ടിയായി ഓടുന്നത്? എന്ത് നേടാനാണ്? നേടുന്ന മുഴുവൻ മറ്റുള്ളവർ കൊണ്ടുപോകാൻ വേണ്ടിയാണോ ഈ നേടിയെടുക്കുന്നത്? അതെങ്ങനെ ഉപയോഗിക്കണമെന്നറിയാതെ ജീവിതത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നേടിയിട്ട് എന്ത് ഗുണം? ഇവിടെ ദൈവസന്നിധിയിൽ അല്പസമയം ചെലവിടാൻ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ അടിസ്ഥാന സത്യങ്ങൾ, നമ്മുടെ രക്ഷയോട് ബന്ധപ്പെട്ട എല്ലാ അടിസ്ഥാന സത്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. ബൈബിളിൽ അത് നൽകി തന്നിട്ടുണ്ട്. അപ്പോൾ അതേ സമയത്ത് മറ്റ് അറിവുകൾ നേടാൻ സാധിക്കുന്നവർക്ക്, എല്ലാവർക്കും പറ്റണമെന്നില്ല, ചിലർക്കത് ബുദ്ധിമുട്ട്, സ്ത്രീകൾക്കും സഹോദരിമാർക്കും അത് വളരെ പ്രയാസമായിരിക്കും. എങ്കിലും അവരാൽ കഴിയും തരത്തിൽ ഈ അറിവുകൾ നേടാൻ ശ്രമിക്കുക. ചിലപ്പോൾ വ്യാകരണങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിലൂടെ പഠിക്കാൻ പറ്റും. ലോകവിവരങ്ങൾ, ചരിത്ര സംഭവങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ ബൈബിൾ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും. ദൈവത്തിൻ്റെ നിയന്ത്രണം പ്രപഞ്ചത്തിൽ, ചരിത്രത്തിൽ നടക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ അത് മറ്റുള്ളവരെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൂടി ഉണ്ടെങ്കിൽ നമ്മളതിനുവേണ്ടി തയ്യാറാകും. നാലാമതായിട്ട്, ഫലപ്രാപ്തിയുള്ള വചനപഠനത്തിന് നമ്മൾ ജീവിതത്തെയും ബൈബിളിനെയും സമീപിക്കേണ്ടത് പ്രാർത്ഥനയോടുകൂടിയും ഭക്തിയോടുകൂടിയുമായിരിക്കണം. പ്രാർത്ഥനയും ഭക്തിയും വേണം. ഇത് ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ്. ഫലപ്രാപ്തിയുള്ള വചനപഠന വിദ്യാർത്ഥി പ്രാർത്ഥനയിൽ സമയം ചെലവിടും. ബൈബിൾ വായിക്കുന്നതിന് മുമ്പ്, വായിച്ചതിന് ശേഷവും. കാരണം ഈ ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. വെള്ളിയെപ്പോലെ നിക്ഷേപങ്ങളെ അന്വേഷിക്കണം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ദൈവം നമുക്ക് നൽകിത്തരും. ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ആവശ്യമാണ്. പ്രത്യേകിച്ച് ദൈവവചനം വായിക്കുവാനും അതിലെ സത്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും ദൈവത്തിൻ്റെ ജ്ഞാനം ആവശ്യമാണ്. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുണ്ടായി. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ യാക്കോബ് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. ഇപ്പോൾ ദൈവത്തോട് യാചിക്കാൻ, പ്രാർത്ഥിക്കാനാണ് യാക്കോബ് പറയുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ യാക്കോബ് പറഞ്ഞത് പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെ കേൾക്കാം: എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. പ്രാർത്ഥനയുടെ ശക്തി കാണിച്ചിരിക്കുകയാണ്. ദൈവം നൽകിത്തന്ന ദൈവത്തെ ഗ്രന്ഥം മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചില ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഉടൻ ആയിരിക്കില്ല, പിന്നീടുള്ള സമയത്ത് ദൈവം നമുക്കത് മനസ്സിലാക്കി തരും. ഇതെല്ലാം നമ്മുടെ താല്പര്യം പോലെയാണ്, നമ്മുടെ അന്വേഷണം പോലെയാണ്, ആഗ്രഹം പോലെയാണ് ദൈവം നമുക്ക് ഉത്തരം തരാൻ പോകുന്നത്. അപ്പം ദൈവവചനത്തിൽ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ, ഈ അറിവുകൾ ജീവിതത്തിലേക്ക് മാറ്റാനായിട്ട് ജ്ഞാനം വേണം. അറിവും ജ്ഞാനവും രണ്ടാണ്. ലഭിക്കുന്ന അറിവ് പ്രായോഗിക തലത്തിൽ എത്തിക്കുവാൻ ജ്ഞാനം ആവശ്യമാണ്. ജ്ഞാനമെന്ന് പറഞ്ഞാൽ അതാണ്. നമുക്ക് ലഭിക്കുന്ന അറിവ് ജീവിതത്തിൽ ചേർത്ത് വെച്ച് അത് പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ അതിനെ മാറ്റുന്നതിന് ദൈവിക ജ്ഞാനം ആവശ്യമാണ്. ഓരോ സന്ദർഭത്തിലും ലഭിച്ച അറിവ് എങ്ങനെ വിനിയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാം, അത് ജ്ഞാനത്തെ സംഭവിക്കുന്നത്. അങ്ങനെ ജ്ഞാനത്താൽ ലഭിച്ച അറിവ് ഉപയോഗിക്കുമ്പോഴാണ് ആത്മിക വളർച്ചയുണ്ടാകുന്നത്. ആത്മീകമായ ഒരു വ്യക്തി വളരണം. ഒരു ചെടി നട്ടാൽ വളരണം. ആത്മിക വളർച്ച ഒരു വിശ്വാസിക്കുണ്ടാകണമെങ്കിൽ ദൈവജ്ഞാനത്താൽ ബൈബിൾ വായനയിലൂടെ കിട്ടുന്ന അറിവ് പ്രയോജനപ്പെടുത്തണം. പ്രായോഗിക തലത്തിൽ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരണം. മറ്റൊരു പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കണം. നാം എത്രത്തോളം വളരുമോ അത്രയും അതിനും കൂടുതൽ വന്നുകൊണ്ടേയിരിക്കും. എത്രത്തോളം ആത്മികമായി വളരുമോ അത്രയും വചന പരിജ്ഞാനത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും. അത് വളരെ ആവശ്യമാണ്. ഇന്ന് അനേകർക്ക് ബൈബിൾ അടച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആത്മീയമായി വളർച്ചയില്ല. ലോകസ്നേഹം വർദ്ധിക്കുന്നു. ജഡീക മോഹങ്ങളുടെ പിന്നാലെ ഓടുന്നു. ബൈബിൾ വായനയും അതിൻ്റെ ആവശ്യം മനസ്സിലാകുന്നില്ല. അവരകന്നകന്നു പോകും. അതുകൊണ്ട് ബൈബിൾ പഠനത്തിന് പ്രാർത്ഥന ആവശ്യമാണ്, ഭക്തി ആവശ്യമാണ്. അവസാനമായി ബൈബിൾ പഠനം സ്ഥിര സ്വഭാവമായിരിക്കണം. യഥാർത്ഥമായി നല്ല ഒരു ബൈബിൾ വിദ്യാർത്ഥി ബൈബിൾ പഠനത്തിൽ നിരാശപ്പെടില്ല. ചില വായനകൾ നിരാശപ്പെട്ടെന്ന് വരും, പക്ഷെ നിരാശപ്പെടില്ല, അവസാനിപ്പിക്കില്ല. തുടർന്ന് സ്ഥിര സ്വഭാവമായിട്ട് അവർ ബൈബിൾ വായിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കാൻ, ദൈവഹിതം, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ തുടർച്ചയായി വായിച്ചുകൊണ്ടേയിരിക്കും. ഒരു അധ്യാപകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഉത്തരവാദിത്വം അതാണ് ബോധ്യപ്പെടുന്നത്. ദൈവനം പഠിക്കണം, അറിയണം. കാരണം മറ്റുള്ളവർക്ക് അത് കൃത്യമായി യഥാർത്ഥമായി വിഭാഗിച്ച് കൊടുക്കണം.
എന്തെങ്കിലും വ്യാഖ്യാനിച്ചാൽ പോരാ. എന്തെങ്കിലും വെച്ചാൽ ജനങ്ങൾ ചിലപ്പോൾ അങ്ങ് പോകും. പക്ഷേ യഥാർത്ഥമായി വിഭാഗിച്ച് കൊടുക്കുക. ദൈവം ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ തന്നെ പ്രസ്താവിക്കണം. ബൈബിൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകൻ്റെ പ്രധാനപ്പെട്ട ജോലിയാണ്. വികാരപരമായിട്ട് കുറേ കാര്യങ്ങൾ പറയാം, ജനങ്ങൾ ചിലപ്പോൾ തൃപ്തരായി പോയിന്ന് വരും. പക്ഷേ ദൈവമേ കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവനെ കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷിക്കണം. കണക്ക് കൊടുക്കേണ്ട ഒരു ജോലിയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്, യോഗ്യതയായിരിക്കണം ഇത്. ദൈവവചന പഠനം അതിൻ്റെ ആഗ്രഹം വളർത്തിക്കൊണ്ടേയിരിക്കണം. നമ്മൾ നിരാശപ്പെടാൻ അനുവദിക്കരുത്. വചന പഠനം അവസാനിപ്പിക്കരുത്. ഇത് പല രൂപത്തിലും ബൈബിൾ നമുക്ക് ലഭിക്കും. കൂടെ കൊണ്ടു നടക്കുക, യാത്ര ചെയ്യുമ്പോഴും കൊണ്ടുപോകാം, വായിക്കാൻ സാധിക്കും. പുറത്ത് ശബ്ദം കേൾക്കാതെ നമുക്ക് നോക്കി വായിക്കാൻ പറ്റും, കേൾക്കാൻ പറ്റും. ബൈബിൾ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ പഠനത്തിൽ ഒരു സമയം നാം പഠിച്ചതാണ്. ബൈബിൾ ഗ്രഹിക്കാൻ കഴിയുന്ന ഗ്രന്ഥമാണ്. അത് കൃത്യമായി ക്രമമായി നമ്മൾ പഠിക്കണം. ക്രമമായി അത് ക്രമീകരിച്ചിരിക്കുന്ന അതിനു വേണ്ടിയാണ്. ഫലപ്രാപ്തിയുള്ള തരത്തിൽ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അധ്യാപകരായി മാറുവാൻ കഴിയും. വചനപരിജ്ഞാനം, ബൈബിൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർക്കൊക്കെ കൃത്യമായ അടിസ്ഥാന പരിജ്ഞാനം വേണം, വളരെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം ബൈബിൾ തൻ്റെ വിശുദ്ധ വചനം നമുക്ക് നൽകി തന്നത്. പക്ഷേ മനസ്സിലാക്കണമെങ്കിൽ വല്ലപ്പോഴും വായിച്ചാൽ പോരാ. കൃത്യമായി പുതിയ നിയമമാണെങ്കിൽ പുതിയ നിയമം, ചരിത്ര പുസ്തകമാണ് ചരിത്ര പുസ്തകം, കൃത്യമായി വായിക്കണം, ഒരു ഓർഡറിൽ വായിക്കണം. ഇപ്പോൾ ആദ്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി സമയം ചെലവിടണം. അതിനുവേണ്ടി പ്രത്യേക ഏകാഗ്രതയോടെ സമയം ചെലവിടണം. അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ബൈബിൾ നമ്മൾ സമീപിക്കുമ്പോൾ ശരിയായ മനോഭാവത്തോടുകൂടി സമീപിക്കണം. ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. ഫലപ്രാപ്തിയുള്ള ബൈബിൾ പഠനം അത് സംഭവിക്കണമെങ്കിൽ നാം മനസ്സിലാക്കി എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പെട്ടെന്ന് പുറകോട്ട് വരാം. ഇത് ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. ബൈബിൾ ദൈവത്തിൻ്റെ പുസ്തകമാണ്. അത് തുറന്ന മനസ്സോടുകൂടി സമീപിക്കണം. ആത്മീക മനസ്സുണ്ടായിരിക്കണം. കേൾക്കുന്ന സത്യങ്ങൾ അംഗീകരിക്കാനുള്ള തയ്യാറെടുപ്പുണ്ടാകണം. ദൈവത്തിൽ നിന്ന് പഠിക്കുന്ന ആത്മീക സത്യങ്ങൾ അംഗീകരിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തയ്യാറുണ്ടാകണം. പലതരത്തിലുള്ള വിദ്യാഭ്യാസങ്ങൾ നേടേണ്ട ആവശ്യമുണ്ടെങ്കിൽ വചന പഠനത്തിനും പ്രയോജനപ്പെടുത്തുന്നതിനും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിനും ആവശ്യമായ മറ്റ് അറിവുകൾ നേടണം. കാരണം അത് തന്നെ കൂടുതൽ വചനം മനസ്സിലാക്കാൻ സഹായിക്കുന്ന അറിവാണെങ്കിൽ അത് ഗ്രാമറാകാം, സോഷ്യൽ സയൻസ് ആകാം, ചരിത്രമാകാം, മറ്റ് ഭാഷകളാകാം. അതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ പഠിക്കണം. അത് കൂടുതലായിട്ട് ദൈവിക സത്യങ്ങൾ അറിഞ്ഞ് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാൻ ആവശ്യമാണെങ്കിൽ അത് ചെയ്യണം. ഫലപ്രാപ്തിയുള്ള വചന പഠിക്കുന്ന വിദ്യാർത്ഥി പ്രാർത്ഥന ജീവിതമുള്ള ആളായിരിക്കും. വചനവും പ്രാർത്ഥനയും ഒരുമിച്ച് പോകും. പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ലാത്ത ഒരാൾക്ക് ഈ പുസ്തകം തുറന്നാൽ ഒന്നും കിട്ടില്ല. പ്രാർത്ഥനാ ജീവിതം, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ആശ്രയത്വമില്ലാത്ത, പ്രാർത്ഥനയിലൂടെ അത് സമർപ്പിക്കപ്പെടാത്തൊരു വ്യക്തിക്ക് ഇതൊന്നും കുഴിച്ചെടുക്കാൻ പറ്റില്ല. ഭക്തിയോടുകൂടി സമീപിക്കേണ്ട പുസ്തകമാണ്. ദൈവത്തിന് ജ്ഞാനം ആവശ്യമാണ്. ദൈവത്തോട് ചോദിച്ച് വാങ്ങണം. കൂടാതെ നമ്മൾ കണ്ടു, നിരന്തരമായി സ്ഥിര സ്വഭാവമായിരിക്കണം വചന വായന. ഏത് സമയത്ത് വായിക്കാം, രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരം, ഏത് സമയം, ഓരോരുത്തരുടെ സൗകര്യം പോലെ. പക്ഷേ സ്ഥിരമായി വായിക്കണം, കൃത്യമായി വായിക്കണം. വർഷത്തിൽ ഒരിക്കലെങ്കിലും ബൈബിൾ മുഴുവൻ വായിച്ച് തീർക്കണം. 4-3 തവണയൊക്കെ വായിക്കുന്നവരുണ്ട്. ഒരു തവണയെങ്കിലും ബൈബിൾ ഒരു വർഷം വായിക്കണം. അത് വളരെ ആവശ്യമാണ്. ഫലപ്രദമായൊരു ക്രിസ്തീയ ജീവിതം ഉണ്ടാകാനും ബൈബിൾ വിദ്യാർത്ഥിയാകുവാനും അത് വളരെ പ്രധാനം. നിരാശപ്പെട്ടു പോകരുത് ബൈബിൾ വായനയിൽ. ചിലപ്പോൾ കുറേ പേരുകൾ മാത്രമാകും നിരാശ. അതിനും ഉദ്ദേശമുണ്ട്. ദൈവവംശാവലികൾ ബൈബിളിൽ നൽകി തന്നിരിക്കുന്നതിനും കാരണങ്ങളുണ്ട്. അവിടെ യഹൂദന്മാരെ സംബന്ധിച്ച് വംശാവലി വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരാൻ വേണ്ടിയായിരിക്കണം ഒരു ലക്ഷ്യം ബൈബിൾ പഠിക്കുന്നത്. പിന്നെ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കണം. ഈ ലോകത്തിൻ്റെ പ്രലോഭനത്തിൽ കിടക്കുന്ന മനുഷ്യരെ സഹായിക്കണമെങ്കിൽ നമുക്ക് വചനപരിജ്ഞാനം വേണം. ഇപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ്, നമ്മൾ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പഠിച്ചത് ഫലപ്രാപ്തിയുള്ള വചന വിദ്യാർത്ഥി. രണ്ടാമത് ബൈബിൾ പഠനത്തിന് വേണ്ട ശരിയായ മനോഭാവം. അതൊന്ന് ആമുഖം പറഞ്ഞ് നമുക്ക് അടുത്ത ദിവസം തുടരാം. ശരിയായ മനോഭാവം എന്താണ്? ബൈബിൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ബൈബിളുണ്ട്. ആദ്യ വായനയിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ സമീപിക്കുമ്പോൾ ശരിയായ മനോഭാവം, നമ്മുടെ മനസ്സിൻ്റെ ഭാവം കൃത്യമായിരിക്കണം. എന്തുകൊണ്ട് ഞാൻ ബൈബിൾ വായിക്കുന്നു എന്നുള്ളത്. അനേകം ആൾക്കാർക്കും ദൈവവചനം കൃത്യമായി വ്യാഖ്യാനിക്കാൻ കഴിയാതെ പോകുന്നത് തെറ്റായ സമീപനത്തോടുകൂടി ബൈബിൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ്. തെറ്റായ രീതിയിൽ, തെറ്റായ ഉദ്ദേശത്തിൽ, തെറ്റായ സമീപനത്തോടെ വചനം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് പലർക്കും അത് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 3-ാം അധ്യായം
1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ പൗലോസ് ഇപ്രകാരം എഴുതി: എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മികന്മാരോടെന്ന പോലെയല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? കൊരിന്ത് സഭയുടെ അവസ്ഥ നോക്കുക. അവരിപ്രകാരം ആത്മീക തലത്തിൽ പെരുമാറുന്നത് കൊണ്ട്, അതായത് ജഡീക മനസ്സോടെ ലോകത്തിൻ്റെ കാര്യങ്ങൾ കൂടുതൽ മുഴുകി ജീവിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ മക്കളായവരാണ്, സ്നാനമേറ്റ് കർത്താവിൻ്റെ സഭയിലുള്ളവരാണ്. പക്ഷെ അവരുടെ മനസ്സിപ്പോൾ ജഡത്തിലാണ്, ജഡീക ലൗകിക കാര്യങ്ങളിലാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദൈവവചനത്തിലെ ആത്മീക സത്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. പാല് മാത്രം കുടിച്ചുകൊണ്ട് വർഷങ്ങളായി കഴിയുകയാണ്. കട്ടിയായ ആഹാരങ്ങളുണ്ട്, അത് കഴിക്കാൻ പറ്റുന്നില്ല. കാരണം മനസ്സ് ജഡീകമായി ലോകചിന്തകളിൽ മാത്രം മുഴുകിക്കിടക്കുന്നു, ജഡത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. അതുകൊണ്ട് ദൈവസ്നേഹം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം അവരെ അന്യോന്യം സ്നേഹിക്കുന്നില്ല. പരസ്പരം സ്നേഹിക്കാത്ത ഒരാൾക്ക് ദൈവസ്നേഹത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റില്ല, ദൈവസ്നേഹമാണ്. അവർക്ക് ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം മറ്റുള്ളവരുടെ കരുണ കാണിക്കുന്നില്ല. മറ്റുള്ളവരുടെ കരുണയും ദൈവം കാണിക്കാത്തവർക്ക് ദൈവത്തിൻ്റെ കരുണയും ദൈവം മനസ്സിലാക്കാൻ പറ്റില്ല. അവർക്ക് ദൈവത്തിൻ്റെ ഐക്യത അല്ലെങ്കിൽ ഏകത്വം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അവർ വിഭാഗീയത ചിന്താഗതിയുള്ളവരാണ്, പരസ്പരം ഭിന്നിച്ച് നിൽക്കുന്നവരാണ്. ഇവിടെ ദൈവം ഏകനാന്നുള്ള സത്യം മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ജീവിതം, സ്വഭാവം, ഇതെല്ലാം വചനപരിജ്ഞാനത്തിന് ആവശ്യമാണ്. അത് ക്രമീകരിക്കണം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ആത്മികന്മാരോടെന്ന പോലെയല്ല, ആത്മികന്മാരോടെന്ന പോലെ ശിശുക്കളായവരോട് അത്രയും സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. ആത്മീക സത്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കത് പഠിക്കാനുള്ള കഴിവില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ജഡീകമായ ചിന്തകളിൽ മനസ്സുകൊണ്ട് നടക്കുകയാണ്. ഇവിടെ എനിക്ക് നിങ്ങൾക്ക് ആത്മീയമായ കാര്യങ്ങൾ തരാൻ പറ്റുന്നില്ല, നിങ്ങൾക്കത് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. ഇതാണ് പലപ്പോഴുള്ള അവസ്ഥ. നമ്മുടെ ജീവിതം ക്രമീകരിച്ചില്ലെങ്കിൽ ഒന്നും മനസ്സിലാകില്ല. നമുക്ക് ജഡത്തിൻ്റെ താല്പര്യങ്ങൾ കൂടിക്കൂടി വരും, ലോകത്തിൻ്റെ താല്പര്യങ്ങൾ കൂടിക്കൂടി വരും. ഇതുകൊണ്ട് ബൈബിൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സമീപനം വളരെ കൃത്യമായിരിക്കണം, മനസ്സ് കൃത്യമായിരിക്കണം. നമ്മൾ വന്നു, വായിച്ചു, കേട്ടു, പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, നമ്മുടെ ജീവിതം കൂടി ശ്രദ്ധിക്കണം. അന്യോന്യം വഴക്കുണ്ടായിക്കൊണ്ട് ബൈബിൾ വായിച്ചിട്ട് കേട്ടിട്ട് കാര്യമില്ല. മറ്റുള്ളവരുടെ മൂർഖ സ്വഭാവത്തോടെ കർക്കശമായിട്ട് പെരുമാറിയിട്ട്, കാർക്കശ്യമായിട്ടും കഠിനമായിട്ടും ഇടപെട്ടിട്ട് ദൈവത്തിൻ്റെ ദൈവം മനസ്സിലൊന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്ത മനുഷ്യന് ദൈവസ്നേഹം മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കണം. ദൈവിക സ്വഭാവങ്ങൾ പ്രാവർത്തികമാക്കുമ്പോഴേ ദൈവത്തിൻ്റെ പുസ്തകം മനസ്സിലാക്കാൻ പറ്റും. ഇത് വെറുതെ ലോകത്തിലെ മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ജീവിതമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ദൈവസന്തതിയായവൻ ദൈവനെ കേൾക്കുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് വ്യക്തമായി മനസ്സിലാക്കുക. കൂടുതലായിട്ട് നമുക്ക് ഉൾക്കാഴ്ച കിട്ടുന്ന കൂടുതൽ വിവരണങ്ങൾ അടുത്ത പഠനത്തിൽ നമ്മൾ കേൾക്കാം. അപ്പോൾ മനസ്സിലാക്കുക ശരിയായ മനോഭാവം. എങ്ങനെയെങ്കിലും വായിച്ചു നിർത്തിയാൽ പോരാ. എന്താണ്, എന്തുകൊണ്ട് വായിക്കുന്നു, എനിക്കതുകൊണ്ട് കിട്ടുന്ന മാറ്റം എന്താണ്, മാറ്റം വരുത്താൻ തയ്യാറാണോ, മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ അറിവ് പ്രാപിക്കുന്നുണ്ടോ, എൻ്റെ ജീവിതത്തിൻ്റെ പരിവർത്തനം എങ്ങനെയാണ്, അത് വളരെ പ്രധാനം. കാരണം ദൈവത്തെ മനസ്സിലാക്കാൻ ദൈവശ്വാസീയമായ വചനം, ദൈവത്തിൻ്റെ ജീവനാണ് വചനം. ഈ വചനം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നു. അതിൽ പരം വലിയ നേട്ടമെന്നുണ്ട്? ജ്ഞാനി ജ്ഞാനത്തിലും ബലവാൻ തൻ്റെ ബലത്തിലും ഒന്നുമല്ല പ്രശംസിക്കേണ്ട, ദൈവത്തെ തിരിച്ചറിയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് തയ്യാറാകണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.